നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്. ആവശ്യം പിടിച്ച് വന്നിക്ക് വരാൻ പറ്റും. അമ്മ ഓർഡർ ഒറ്റയ്ക്ക് വരുന്നതാവുന്നു. എടാ വേണ്ട കേറാ ഞാൻ കയറി. വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികൻ. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ ഇനിയും കാണാൻ പോകുന്നത് അതിമനോഹരമായിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ലെങ്തി വ്ളോഗാണ് സംഭവം. വീണ്ടും നമ്മള് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ള് സെറ്റാണ്. ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാമുണ്ട്, പിന്നെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടെ ഇന്ന് ട്രാവൽ ചെയ്യാനുള്ളത് ഞാനുണ്ട്, എൻ്റെ ജമ്പനുണ്ട്, തുമ്പനുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ ജിഷ്ണു ഉണ്ട് കേട്ടോ. അവനാണ് ഇപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരമായിട്ട് ക്ഷീണിച്ചുകൊണ്ട് ബാഗ് തോളത്തിട്ട് ഇങ്ങനെ നിൽക്കണം. അടിപൊളി ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പ്രകൃതിയുടെ വേറെ ലെവല് സാധനം കണ്ട, ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ ഫുള്ള് കാണുക, സബ് അടിച്ചിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ലൊക്കേഷൻ പൊള്ളാച്ചിയിലെ വാൽപ്പാറയിലേക്കാണ്. അവിടെ ഒരുപാട് കാണാനുണ്ട്. കാരണം ഇത്ര അലച്ചു വിളിച്ച് ഞാൻ വീണ്ടും ഇങ്ങനെ പറയാൻ കാരണം അത്രയ്ക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അവിടേക്ക് ചെല്ലാനും. കാരണം ശരിക്കും പറയാം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു വ്യൂ കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല. ചെറിയൊരു വെള്ളം കണ്ടില്ലേ ഇപ്പം അവിടെ ആയിട്ട്, അത് നമ്മൾ പോകുന്ന വഴിയാണ്. അത്രയ്ക്ക് അടിപൊളി വ്യൂവും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ മറക്കാതെ സൺഡേ സാറ്റർഡേ പ്ലാൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. പാലക്കാട് നിന്ന് അടുത്താണ്. ഇതുകൂടെ നമ്മൾ 2 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മൺഡേ ഞാൻ വലിച്ചു നീട്ടി പോകുന്നില്ല. നമുക്ക് ഗോ ഗൈസ്, അവിടേക്ക് പോകാം. ഗൈസ്, അങ്ങനെ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അടിപൊളി വ്യൂ. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഇതാണ്. ഇത് കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ പോകണം. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് അത്ര അറിയത്തില്ല. പക്ഷെ കണ്ട നല്ല അടിപൊളി വ്യൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രാവൽ ചെയ്യാം. ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ. അത് തന്നെയാണല്ലോ ഫ്രണ്ട്സ്. ഹേ ഗൈസ്, അങ്ങനെ വാൽപ്പാറയുടെ ഏകദേശം ടോപ്പിലേക്ക് എത്തുകയാണ്. നമ്മൾ ഈ ടോപ്പിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് ഇനിയൊരു 28 കിലോമീറ്റർ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വാൽപ്പാറ 28 കിലോമീറ്റർ. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് 8 മണിയാണെങ്കിലും ഇവിടെ അത്രയ്ക്ക് 8 മണിയോടൊരു ഫീല് കിട്ടുന്നില്ല കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതും തണുപ്പ് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോവാണ്. ടൈം ലാബിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് കാണണം. അത് ഷോർട്ടായിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. എത്ര അടിപൊളി ഒരു വ്യൂ ആണ് നമ്മുടെ ഗൈസ്. നോക്ക്, അത്രയ്ക്ക് മനോഹരം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഓരോ യാത്രയും വളരെ വെറൈറ്റി ആയിരിക്കും എല്ലാവർക്കും. ഓരോ പ്രത്യേകമായിട്ടുള്ള മൊമെന്റ്സ്, ഓർമ്മകള്. ശരിക്കും പറയാം, യാത്ര ചെയ്യുന്നത് പോലും ചെറിയ ചെറിയ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഈ യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ വളരെ സൈലന്റ്. ആകെ കേൾക്കാൻ പറ്റുന്ന അതിന്റെ ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രം. അപ്പൊ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ വളരെ അടിപൊളി കാഴ്ചകൾ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഗൈസ്, എത്ര അടിപൊളി വ്യൂ അറിയോ. ശരിക്കും പറയാം, ജിഷ്ണുവിന്റെ ഈ ഫോൺ കൊടുത്തിട്ട് വണ്ടി ഓടിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു വിന്റേജ് ആണ് ഞാൻ എങ്ങനെയാ പറയുക, അത്രയ്ക്ക് അടിപൊളിയാണ്. മൊത്തത്തിൽ ശരിക്കും നോക്കിയേ, നല്ല തേയിലത്തോട്ടം. അതുപോലെ KSRTCക്ക് പകരം ഇവരുടെ TN തമിഴ്നാടിന്റെ അവരുടെ KSRTC പോലൊരു ഗവൺമെന്റ് വണ്ടി. അപ്പൊ മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്തിട്ട് പോവാം. നല്ല ഡ്രൈവർ. ആഹാ, എന്ത് അടിപൊളി. ആ വില്ലേജ് വ്യൂ ഒക്കെ കാണിച്ച് താഴോട്ട് കിളത്തി ക്യാമറ നേരെ കാണിച്ചു. ഇവിടെ അല്ലേ വാൽപ്പാറയുടെ ഇതായിട്ട് മെയിനായിട്ട് ഞാൻ കണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ വാൽപ്പാറയുടെ ഗ്യാപ്പ് റോഡ് കാണിക്കുന്നത് ഇവിടാണ് കേട്ടോ. സ്റ്റാർട്ടിങ് അവിടെ തൊട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല തേയിലത്തോട്ടം, അടിപൊളി വ്യൂ.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാൻ ഒരുപാടുണ്ട്. ഇതൊക്കെ കാണാൻ ചിലർ പറയും മൂന്നാറൊക്കെ പോയാൽ മതി എന്ന്. ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ ഇവൻ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ, സോളോ പോകാമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ അവൻ വന്നതുകൊണ്ട് അവനെയും കൂട്ടി ഞാനും അവനോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും കുറച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. വിശാലമായിട്ട് കിടക്കുന്ന അടിപൊളി റോഡും കാര്യങ്ങളും. ഏടാ മോനെ അടിപൊളി. ആ ചേട്ടൻ ഹോൺ അടിക്കുന്നത് എന്നോട് മാറി നിൽക്കാൻ പറയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. യാത്ര ചെയ്യണം, യാത്രയാണ് ശരിക്കും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യാത്ര ചെയ്യാതെ ചുമ്മാ ഒരിടത്ത് മാത്രം പോകുക, ഒരേ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുക, എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. സോ യാത്ര ചെയ്യുക, ഒരുപാട് ആളുകളെ കാണുക. പലരും പറഞ്ഞിട്ടുണ്ട്, പല ട്രാവൽ ചെയ്യുന്ന ആളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യുക, ഒരുപാട് ആളുകളെ കാണുക, ഒരുപാട് കോണ്ടാക്റ്റ് വെക്കുക, അതുകൂടാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുവച്ചിരിക്കുക. സോ ഇനി അടുത്ത എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ സോളോ ഇങ്ങോട്ട് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടം, കാരണം അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. സോ വലിച്ചു ഞാൻ പോകുന്നില്ല. അവന് ഫോട്ടോ ഒക്കെ ചല്ലി വില്ലി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് അല്ലെങ്കിലും കുറച്ച് DSLR ഫോട്ടോ ഒക്കെ എടുക്കണം. അതുകൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2 പേരെ കണ്ടിരുന്നു കേട്ടോ. അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. അതുകൂടാതെ തന്നെ അവർ ആർമിക്കാരാണ്. അവരുടെ എന്തെങ്കിലും കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ആഡ് ചെയ്തായിരുന്നു നമ്മുടെ ഇൻസ്റ്റാ പേജിനകത്തും. അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് ഷോർട്സ് ആയിട്ട് വിടുന്നുണ്ട്. കൊണ്ടോ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയ ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും ഫോട്ടോ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ശരിക്കും പറയാം ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയണ്ടേ? അത് നമ്മൾ പോകുന്നത് സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഇടാൻ പോകുന്നത്. ഊട്ടിക്കാണ് പോകുന്നത്. ഇത് രണ്ടും നോർത്ത് സൗത്തും പോലെയാണ്, രണ്ടും 2 ദിക്കിലാണ്. പക്ഷെ രണ്ടും ഒരേ കാഴ്ചകളൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, നിങ്ങളുടെ സന്തോഷം വേറൊരാളുടെ കയ്യിലല്ല ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം ഇല്ല എങ്ങനെ ചെയ്യണോ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. വേറൊരാളുടെ കയ്യിൽ നിങ്ങളുടെ സന്തോഷം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു ലൈഫ് പാർട്ണർ കൂടെ ഉണ്ടെങ്കിൽ, ഇല്ല നല്ലൊരു ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ സന്തോഷത്തിന് വാല്യൂ കൊടുക്കണം. പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം അയാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പോയ സമയം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സോ ലൈഫിൽ ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും എനിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. ശരിക്കും പറയാൻ കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും തോന്നാറില്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നടക്കുന്ന സമയത്ത്, എനിക്ക് ഫോട്ടോ എടുത്ത് നടക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം കുടിക്കണം അങ്ങനെ ആഗ്രഹം തോന്നാറില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. സോ ഈ ഒരു ട്രിപ്പ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്.